നമ്മളെ ഈ സദസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സമ്മേളനങ്ങളോ അതൊന്നും ആർക്കും എന്തും രാഷ്ട്രീയം പറയാനുള്ളതല്ല. ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചു, നമ്മളെ യാത്രയിൽ ആരോ ചിലർ രാഷ്ട്രീയ സ്വഭാവത്തിൽ ചില സ്ഥലത്തൊക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിനുള്ള വേദിയല്ല. ഇവിടെ വന്ന് സമസ്തനെ പറ്റി പറയാം. എന്തോ ഒരു പ്രശ്നം. നിങ്ങൾ കാലഘട്ടത്തിന്റെ മശായിഖനെ മുഴുവനും കളിയാക്കി, EK ഉസ്താദിനെ പരിഹസിച്ചു, കണ്ണിയത്ത് ഉസ്താദിനെ കളിയാക്കി, മഹാനരായ കണ്ണിയാല ഉപ്പാപ്പയും തൃപ്പനച്ചി ഉസ്താദ് വലിയുല്ലാഹിയെയും അങ്ങ് അത്തിപ്പറ്റ ഉസ്താദിനെയും ഇക്കാലഘട്ടത്തിലെ മശായിഖിനെ മുഴുവനും നിങ്ങൾ ഒന്നിച്ചെതിർത്തപ്പോ മശായിഖിന്റെ സഹായം എന്നത് AP വിഭാഗത്തിന് കിട്ടാത്ത ഒരു സംഭവമായി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മുത്തുക്കോയ തങ്ങൾ. 4 രാഷ്ട്രീയക്കാർ മദ്ഹ് പറഞ്ഞതും കേട്ടിട്ട് ഞങ്ങളാണ് സമസ്ത സുന്നി എന്ന് പറഞ്ഞ് സുന്നി ആശയങ്ങളൊക്കെ പൊളിച്ചെഴുതി അവസാനം നിങ്ങളെ തന്നെ പൊളിച്ചെഴുതുന്ന അവസ്ഥയിലേക്ക് വന്നില്ലേ? അവസാനം നായകനായ AP അബൂബക്കർ മുസ്ലിയാർക്ക് പറയേണ്ടി വന്നു, ഈ സദസ്സിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയത് ശരിയല്ല. അതങ്ങനെ തന്നെ. അത് ഏതാ രാവ് എന്നുള്ള ഞാൻ പറയുന്നുണ്ട്. എവിടേക്കാണ് ഈ പോക്ക്? ഒന്ന് കേട്ടോളൂ. അന്ന് ആ സദസ്സിൽ വെച്ച് അതിന്റെ ക്യാപ്റ്റന് പറയേണ്ടി വന്ന ഒരു ദുർഗതി വെച്ചോൾക്ക്. ഈ സാഹോദര്യവും മതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത്. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല. ഞങ്ങൾക്ക് പ്രത്യേകമായ തക്ബീറിന് പിന്നെ കുറവില്ല. ആ VD സതീശൻ പ്രസംഗിച്ചപ്പോഴാണ് അത്ര കൂടുതൽ തക്ബീർ കിട്ടിയത്. അതനി പിണറായി സാർ പ്രസംഗിച്ചപ്പോഴായാലും തർക്കമുണ്ട്. വഫീഹി കൗലാനി അതിന് എണ്ണി നോക്കിയിട്ട് വേണം സ്ഥിരപ്പെടുത്താൻ. തക്ബീറിന് ഒരു കുറവില്ല. ഇത് രണ്ടാളും പ്രസംഗിച്ച് അത് ശരിയായില്ല എന്ന് AP അബൂബക്കർ മുസ്ലിയാർ പറയുമ്പോഴും അല്ലാഹു അക്ബർ. എങ്ങനെയുണ്ട്? ഒരു സ്റ്റേജിൽ വെച്ച് നടന്ന 1 മണിക്കൂർ 2 മണിക്കൂറൊന്നല്ല. എന്താ നിങ്ങളെ വിഷയം? എന്താ? എന്തിനാ നിങ്ങൾ ജാഥ നടത്തിയത്? എന്താ നിങ്ങളെ സംഭവം? എന്തിനാ നിങ്ങൾ യാത്ര നടത്തി? എന്തിനായിരുന്നു നിങ്ങളെ അജണ്ട? സമസ്തയുടെ 100ാം വാർഷികം. സംഗതി 56 മുതൽ 2026 എപ്പോഴേക്കും 100 ആയതാണ്. പോട്ടെ. എന്നാൽ നിങ്ങൾ പറയുന്നത് എന്താ? സമസ്ത 100ആയി. സമസ്തയുടെ 100ാം വാർഷികം. ആ 100ാം വാർഷികത്തിന്റെ പരിപാടിയല്ലേ നടത്തുന്നത്? സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത്? സമസ്ത ഉണ്ടാക്കിയത് ബിദ്അത്തിനെ ചെറുക്കാൻ, സുന്നത്തെ മേത്ത് പഠിപ്പിക്കാൻ, ദീന് പറയാൻ. അത് എവിടെ നിങ്ങളെ ജാഥയിൽ ഉണ്ടായത്? സമാപനത്തിൽ ഉണ്ടായത്? രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോര് നടത്തി. അത് പാടില്ലെന്ന് അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ചു. ആകണ്ടായിന്റെ ഒരു മഹിമ എന്തായിരുന്നു? എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങളെ പുകഴ്ത്തുന്നു എന്നതായിരുന്നു. അത് രാഷ്ട്രീയക്കാരുടെ ഒരു നന്മയാണ്. ഓലങ്ങനെ ചെയ്യേണ്ടി. ഒരു രാഷ്ട്രീയക്കാരനെ ഒരു പരിപാടിയിലേക്ക് വിളിച്ച പോലെ എന്താ പറയുന്നത്? ഈ കൂടിയിരിക്കുന്ന ആളുകളൊന്നും ശരിയല്ല എന്നാരോ പറയുമോ? അത് പറയൂല. അവരൊരു നന്മ, അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും ഒരു നേരത്തെ. എന്നാലും ഓരോരു പിന്നെ മാന്യമായിട്ടേ പറയൂ. ഓര് പറയാം എല്ലാവരും ഉഷാറാണ്, നല്ലൊരാൾക്കൂട്ടൊക്കെ ഉണ്ട്, നിങ്ങളുടെ നേതാവ് ഉഷാറാണ്, ഇതിനല്ലേ പറയണ്ടി. അത് പുതിയ സംഭവമൊന്നുമല്ല. ആകണ്ടായിൻ്റെ എന്താ പ്രശ്നം? രാഷ്ട്രീയക്കാരൊക്കെ ഞങ്ങളുടെ ഗുണം പറയുന്നു. ഈ സമാപനമാണ് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ തിരിച്ചു പറഞ്ഞു എന്ത് പരിപാടിയാണ് ഈ വർഗീയത ആളിക്കത്തിക്കാനുള്ള പ്രസംഗവും ആ സംഭവമായി ഇത് മാറിയില്ലേ? ഓരോ രാഷ്ട്രീയക്കാർ അവനവന് പിന്നെ ഈ കാന്തപുരത്തിന്റെ യാത്രയുടെ അന്തസ് കെട്ടു നിലയിൽ തർക്കല്ല, ആരാ കെടുത്തിയത് നിലയിലേ ഇപ്പോൾ രാഷ്ട്രീയക്കാരെ മുന്നിൽ തർക്കമുള്ളൂ. അപ്പൊ മുരളീധരൻ സാർ വന്ന് കോൺഗ്രസിന്റെ നേതാവാണ്, മൂപ്പര് പറയുന്നുണ്ട്, മൂപ്പര് ഭാഷയിൽ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ട്, ആ കുരുവട്ടൂരികൾ മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തേക്കായിരുന്നു. എന്തൊരു കഷ്ടാണ് ഇവരെ കൊണ്ട്. ഏതായാലും നിങ്ങളെ യാത്രയുടെ ഒരു കഥ രാഷ്ട്രീയക്കാരാണല്ലോ ആകെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെ K മുരളീധരൻ പറയുന്ന ഒരു ക്ലിപ്പുണ്ട്, കൂടി വെച്ചു കൊടുക്കുകയും. അതായിക്കോട്ടെ. ഏതായാലും ക്രിസ്ത്യൻ സമുദായത്തിന്റെ കാര്യങ്ങൾ ആ സമുദായ നേതാക്കന്മാർ പറഞ്ഞോളൂ. പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ ഒരു വിമർശനത്തിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പാർട്ടിയുടെ അഭിപ്രായമാണ്. കാന്തപുരത്തിന്റെ ആ യാത്ര അതിന്റെ അന്തസ് കെടുത്തുന്ന പ്രസ്താവന നടത്തിയത് പിണറായി വിജയനാണ്. മാറാൻ അവിടെ വലിച്ച് അതിൽ ഇത്തിഫാക്കാണ്. ഈ സാധനം ഒരു അന്തസ്സും ഇല്ലാതെയാണ് സമാപിച്ചത് നിലയിൽ എല്ലാവർക്കും ഇത്തിഫാക്കാണ്. ഇനി ആരാണ് കെടുത്തിയത് എന്നാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതത്തില്ല ഇങ്ങനെ ഉണ്ടാവും. ഔലിയാക്കളുടെ ഒരു സഹായം വേണം സുന്നികൾ നടത്തുമ്പോൾ പ്രത്യേകിച്ചും. മറ്റോലെ പിന്നെ ഇബിലീസ് നേരിട്ട് സഹായിക്കും. നിങ്ങൾ മൂവനെ വലിയാക്കി വെച്ചോളി, അവൻ്റെ സഹായം ചിലപ്പോൾ കിട്ടിക്കൂടായില്ല. ലാസ്റ്റ് നിങ്ങളെ സംഗതി എത്തുമ്പോൾ മാറും ചെയ്യും.
അപ്പോൾ അതിലൊക്കെ അബൂജാഹിലിന്റെ കയ്യെ പിടിച്ചിരുന്നല്ലോ. മലക്കുകൾ ഇറങ്ങിയ ഇബ്ലീസ് ഓടി. അപ്പോൾ അബൂജാഹിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ച്, ഞാൻ പോവാണ്, ഇനി ആറാ മാലാ തറാവും, ഈ കാണാത്ത ഞാൻ കാണുന്നുണ്ട്, ഇവിടെ നിന്ന് അള്ളാഹിന്റെ ശിക്ഷ വരും. അങ്ങനെ ഓടും. ലാസ്റ്റ് നിങ്ങൾ ബാക്കിയാവും. അതാ അവിടെ ഉണ്ടായത്. ഇത് ഞങ്ങൾ മാത്രമല്ല, ഇന്നലെ മഹാനായ ജിഫിരി മുത്തുക്കോയ തങ്ങളും പറയുന്നുണ്ട്, എന്താ പോലെ യാത്രന്റെ കഥ. ജിഫിരി മുത്തുക്കോയ തങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞു കൊടുത്താന്ന് പറയേണ്ട ആവശ്യമില്ല, ഇതെല്ലാവർക്കും കാണുന്ന സംഭവമാണ്. ഉപരി പറയുന്നുണ്ട്, ഞങ്ങൾ യാത്ര നടത്തി, അവിടെ രാഷ്ട്രീയക്കാർ വന്നു. പക്ഷേ രാഷ്ട്രീയക്കാർ സമസ്തനെ കുറിച്ച് പറഞ്ഞു കൊള്ളണം. രാഷ്ട്രീയക്കാർ ഇതിന്റെ പ്രാധാന്യം പറയാന്നല്ലാതെ രാഷ്ട്രീയം പറയാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ രാഷ്ട്രീയം പറയാൻ വിചാരിച്ചാൽ നടക്കൂല. കാരണം ഒരു അദൃശ്യമായ ഒരു പ്രത്യേക സഹായം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതാണ്. എന്നിട്ട് പറയുന്ന വേറെ ചിലവർ യാത്ര നടത്തി, ഒക്കെ രാഷ്ട്രീയം കൊണ്ട് കുടുങ്ങി. ഇത് ഇപ്പൊ മുത്തഫഖുന്നഹിയായ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമന്റെ ഒരു ഉസ്താദ് ഉണ്ടല്ലോ, തൊടിയൂർ കുഞ്ഞുമോന്ന് പോലവി, മൂപ്പര് പറയുന്നുണ്ട്, നമ്മളെ റാലിക്കത്ര ഉഷാർ. മൂപ്പരും റാലി നടത്തിയത്. വേറൊരു ടീമുണ്ടല്ലോ, റെഡിമെയ്ഡ് ടീമിനെ ഇറക്കിയ ടീം. അപ്പൊ ഇതെല്ലാവർക്കും തിരിയുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമാണ് എന്നാണ്. കഴിഞ്ഞ വല്ലാഖിബത്തുലിൽ മുത്തഖീന്നല്ലേ, സമാപനം കിട്ടണ്ടേ, അതുണ്ടായില്ല. അത് നിങ്ങളെ സമാപനത്തെക്കുറിച്ച് പറയാൻ സുന്നി ഐക്യം നടക്കുന്ന കാലമാണല്ലോ. അതിന് ജിഫിരി മുത്തുക്കോയ തങ്ങൾ തന്നെ നല്ലേ. മൂപ്പരൊന്ന് വന്ന് പറഞ്ഞോട്ടെ നിങ്ങളെ അവസ്ഥ വേഗം പറഞ്ഞു കൊടുക്കുക. നമ്മളെ ഈ സദസ്സുകൾ എന്നൊക്കെ പറഞ്ഞാല് നമ്മളെ സമ്മേളനങ്ങളോ അതൊന്നും ആർക്കും രാഷ്ട്രീയം പറയാനുള്ളതല്ല. ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചു, നമ്മളെ യാത്രയിൽ ആരോ ചിലർ രാഷ്ട്രീയ സ്വഭാവത്തിൽ ചില സ്ഥലത്തൊക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിനുള്ള വേദിയല്ല. ഇവിടെ വന്ന് സമസ്തനെ പറ്റി പറയാം, സമസ്തന്റെ ഗുണങ്ങളുണ്ടെങ്കിൽ പറയാം, രാഷ്ട്രീയം പറയാൻ നമ്മളെ വേദി പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ വേദിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വേറെ എവിടെയൊക്കെ ഉണ്ടായത് കേൾക്കുന്നുണ്ട്, എന്താവട്ടെ. അപ്പോൾ ഏതായാലും നമ്മളെ ഇത് വളരെ ദീനീയാവുന്നതായ ഒരു സ്വഭാവമാണ് നമ്മളെ യാത്രക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ സുന്നത്ത് ജമാഅത്തിനെ പറ്റിയും അതുപോലെ ദീനികമായ കാര്യങ്ങളാണ് നമ്മൾ പ്രസംഗിച്ചത്. അവിടെ വന്ന രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിച്ചത് സമസ്തനെ സംബന്ധിച്ചാണ്. സമസ്തന്റെ വലുപ്പവും വണ്ണമൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മളെ വിജയം എന്നുള്ളത്. വന്നവരൊക്കെ സമസ്തനെ പറ്റി പറയാം, അവരെ ആശയങ്ങളോ അല്ലെങ്കിൽ അവർക്കുള്ള രാഷ്ട്രീയ സ്വഭാവങ്ങളൊന്നും പറയാനല്ല നമ്മളെ വേദി ഉപയോഗപ്പെടുത്തിയത്. അതിന് ആർക്കോട്ട് സാധിക്കില്ല. ആ സദസ്സിക്ക് അങ്ങനത്തതായ ഒരു പ്രൗഢിയും ഒരു പുണ്യമൊക്കെ ഉണ്ട്. നമ്മൾ അറിയാത്ത ആളുകൾ അതിനെന്താവും തടുത്തുകൊണ്ടേ നിൽക്കും, മഹാന്മാരാവുന്ന മശായഖന്മാർ. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും അങ്ങനത്തെ ഒന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ വേറെ എവിടെ അനുഭവപ്പെട്ടില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് എന്തോ ആവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആ ദുആക്ക് എന്തായാലും ആമീൻ പറഞ്ഞാണ്. അല്ല, മൂപ്പരിഞ്ഞാടെ സഹായം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. മശായിഖന്മാരൊരു സഹായം, അത് കാണാത്ത ഒരു സഹായം അവിടെ ഉണ്ട്. അതായത് ഇനി ഒരാൾ വന്നിട്ട് അവിടെ അത് പറയാൻ വിചാരിച്ചാൽ പോലും അത് നടക്കൂല, ഓർക്ക് അങ്ങനെ പറയാൻ കഴിയൂല. അങ്ങനെ ഒരു അദൃശ്യമായ സഹായം നമ്മളെ യാത്രയിലുണ്ട്. അവിടെ ചർച്ച ദീനിയായിരുന്നു, അവിടെ ചർച്ച ഇതായിരുന്നു അതായിരുന്നു. വേറെ ചിലരുത് അങ്ങനെയല്ല, ഓലയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്, ഓൽക്ക് ഈ സഹായം ഉണ്ടായിട്ടില്ല. അതാ ഞങ്ങൾ ഈ പറയുന്നത്. സഹായം എന്നതിന്റെ മഹത്വം അറിയേണ്ടത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. അവിടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമന്റെ പരിപാടിയിലും വന്നല്ലോ, മുഖ്യമന്ത്രിയൊക്കെ വന്നല്ലോ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം എല്ലാവരും വന്നല്ലോ. അവിടെ നിന്ന് ഈ പ്രശ്നം, നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം, നിങ്ങൾ കാലഘട്ടത്തിന്റെ മശായിഖനെ മുഴുവനും കളിയാക്കി, EK ഉസ്താദിനെ പരിഹസിച്ചു, കണ്ണിയത്ത് ഉസ്താദിനെ കളിയാക്കി, മഹാനരായ കണ്ണിയാല ഉപ്പാപ്പയും തൃപ്പനച്ചി ഉസ്താദ് വലിയുല്ലാഹിയെയും അങ്ങ് അത്തിപ്പറ്റ ഉസ്താദിനെയും ഇക്കാലഘട്ടത്തിലെ മശായിഖിനെ മുഴുവനും നിങ്ങൾ ഒന്നിച്ചെതിർത്തപ്പോ മശായിഖിന്റെ സഹായം എന്നത് AP വിഭാഗത്തിന് കിട്ടാത്ത ഒരു സംഭവമായി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മുത്തുക്കോയ തങ്ങൾ. ആ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഞങ്ങൾ മാത്രം പറയുന്ന ഒരു സംഭവമല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എത്ര പണിയെടുത്ത്, നിങ്ങൾ ഏതെല്ലാം ആളുകളെ എന്തൊക്കെ പവർ വരണ്ട തിരുവനന്തപുരത്ത് എത്തിച്ചത് നിങ്ങൾ, അതും ഏത് രാത്രി, അത് പറയേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ വരാം. രാഷ്ട്രീയക്കാരുടെ വിഴുപ്പലക്കലുടെ വേദിയായി മണിക്കൂറുകൾ. പിന്നെ APL പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പിന്നെ മൂപ്പര് ട്രെയിൻ കഴിഞ്ഞ് കോഴിക്കോട്ട് ഇറങ്ങിയ പത്രക്കാരോട് പറഞ്ഞു, ആരും രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ടില്ല. നൂറിനെ അറിയിച്ചപ്പോൾ പറഞ്ഞില്ല, അങ്ങനെ ആളെ എനിക്കറിയില്ല എന്ന് ഈ ഹക്കീമസേരി പറഞ്ഞു കൊടുക്കണതാണ്. അങ്ങനെ പറഞ്ഞാൽ മതി, ഇത് രാഷ്ട്രീയം പറഞ്ഞാൽ പ്രശ്നമാണ്. രാഷ്ട്രീയം പറഞ്ഞത് അവിടെ ഇല്ലേ ചങ്ങായി, പിന്നെ ഇല്ലാറുണ്ട് കാര്യമുണ്ടോ? നമ്മളിപ്പോൾ ഇത് രാത്രിയാണല്ലോ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ ഇരുട്ട് യാത്രയല്ല, ഇത് പകലാണ് എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് രാത്രിയല്ലേ. ഇത് പറയിപ്പിക്കണോല ശ്രദ്ധിക്കേണ്ടത്, പറയണോലും ശ്രദ്ധിക്കണം, പറഞ്ഞെന്നൊക്കെ പറയാൻ പാടില്ല. ഒന്ന് കണ്ണ് തുറന്ന് നോക്കണം. എന്നിട്ട് എന്താ സംഭവം, ഇതിനൊക്കെ മദത് വേണം, മദത് കൊടുക്കുന്ന മശായിഖ് വേണം. അവരെ നിങ്ങൾ എതിർത്തതിന്റെ ഫലം നിങ്ങളെ യാത്രയിൽ പോലും ഈ ജിഫിരി മുത്തുക്കോയത്തങ്ങളോ ഞങ്ങളോ ദക്ഷിണ ആരും പറഞ്ഞത് നിങ്ങൾ തന്നെ പറഞ്ഞു പോയി. ഏത് ഇവർ തന്നെ
SYSന്റെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൂടിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. വല്ല മീറ്റിംഗ് തന്നെ എവിടെ കാണണോ നിങ്ങളെ അവസ്ഥ? ആ വാർത്തയും കൂടി കേട്ടു നോക്കി നിങ്ങൾ. മിന്നാ ഖലഖനാകും വഫിഹാ നുഈദുക്കും വമിന്നാ നുഖ്രിജുക്കും താറത്തൻ ഖുറാനായി കേരള യാത്ര മൊത്തം കുഴിച്ചു മൂടാൻ ആ വാർത്ത പോരെ വെച്ചു കൊടുക്കും. ശ്രുതി, സമസ്തയുടെ സമ്മേളന വേദിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗം പിന്നീട് വലിയ പ്രതികരണങ്ങൾക്കൊക്കെ കാരണമായി. വെള്ളാപ്പള്ളി നടേശനെയൊക്കെ ചൊടിപ്പിച്ചതും അത് തന്നെയായിരുന്നു. അപ്പോൾ ഒരു സമുദായ സംഘടനയുടെ പരിപാടിയിൽ വെച്ച് മറ്റൊരു സമുദായ സംഘടനയുടെ നേതാവിനെ, അതും വളരെ പ്രബലനായിട്ടുള്ള ഒരു മുതിർന്ന നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളത് അനുചിതമായി പോയി. കുറച്ചുകൂടി പക്വമായ രീതിയിൽ ആ വേദിയിൽ സംസാരിക്കാമായിരുന്നു എന്നുള്ളതാണ് AP വിഭാഗത്തിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയായിട്ടാണെങ്കിൽ കൂടി അതൊരു സമുദായത്തിനെതിരായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളതിൽ AP വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ആ വിഷയത്തിൽ അത്തരത്തിലുള്ള പ്രതികരണത്തിന് അവർ മുതിർന്നില്ലെങ്കിൽ കൂടി ഇന്ന് SYSന്റെ സംസ്ഥാന ക്യാബിനറ്റ് ചേരുന്നുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അപ്പൊ ഓലെന്നെ ക്യാബിനറ്റ് കൂടി ചർച്ച ചെയ്ത് വിലയിരുത്തിയതാ നമ്മൾ വെച്ച പൈസ വെറുതായി പോയി. കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയായില്ല. അതിന് രണ്ട് മൈൻഡുള്ളവരുണ്ട്, വലുത് തന്നെ അത് രണ്ടും ഉണ്ടാവുമല്ലോ. രണ്ടുപോലെ തന്നെ പറഞ്ഞ് ഭയങ്കര തല്ല് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ സെറ്റപ്പ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോയത്? ഒന്നുമില്ല നിങ്ങളെടുത്ത് മുഫ്ലിസാ. യഥാർത്ഥത്തിൽ ധനബലം ഉണ്ടാകാം, ആൾ സ്വാധീനമുണ്ടാകാം, പക്ഷേ അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ അതിജയിക്കാൻ ആരും വരില്ല. സഹായം അല്ലാഹുവിൽ നിന്ന് വേണം. അല്ലാഹുവിൽ നിന്നുള്ള സഹായം തരുന്നവരാണ് അംബിയാ ഉലിയാക്കന്മാര്. പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആൻ? അവരെ നിങ്ങളെ സഹായിക്കാതെ നിങ്ങളെ വിട്ടാൽ ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ? വെറും ജനങ്ങളുടെ അംഗീകാരവും 4 രാഷ്ട്രീയക്കാർ മദ്ഹ് പറഞ്ഞതും കേട്ടിട്ട് ഞങ്ങളാണ് സമസ്ത സുന്നി എന്ന് പറഞ്ഞ് സുന്നി ആശയങ്ങളൊക്കെ പൊളിച്ചെഴുതി അവസാനം നിങ്ങളെ തന്നെ പൊളിച്ചെഴുതുന്ന അവസ്ഥയിലേക്ക് വന്നില്ലേ?